ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിത് പെട്ടെന്നൊരു കരിമണിമാല ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ മെറ്റീരിയൽസ്: ഇത് ക്രിസ്റ്റൽസ്, ഇതതിന് ചെറിയൊരു ലോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാശിൻ്റെ ലോക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ട്യൂബ്, ഗോൾഡൻ കളർ. ഇത് വെർട്ടിക്കൽ ബീഡ്സ്. ഇത് ചക്കിരി, അത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചക്കിരിയെ. സ്റ്റാർട്ട് ചെയ്താലോ? ഗിയർ വയർ എടുക്കുക, ആവശ്യത്തിന് നീളത്തിലെടുക്കണേ. കുറച്ച് ലെങ്ത്ത് കൂടുതലെടുക്കണം, കരിമണി മാലയ്ക്ക് കുറച്ച് ലെങ്ത്ത് വേണ്ടേ. കുറച്ച് ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഗിയർ വയർ തീരാറായി. ഗിയർ വയർ ഗോൾഡൻ കളറും സിൽവർ കളറും ഒക്കെ അവൈലബിളാണ്. ഇനി ഗിയറിലോട്ട് ഹുക്ക് ആൻഡ് ചെയിൻ കണക്ട് ചെയ്യണം. ഹുക്ക് ആൻഡ് ചെയിൻ കണക്ട് ചെയ്യുന്നത് ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഗിയർ ലോക്ക് ഇടുക. ഹുക്കിൻ്റെ ഏതെങ്കിലും ഹുക്ക് ആൻഡ് ചെയിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിൽ ആ ഗിയർ വയർ കടത്തി വിട്ട് ഗിയർ ലോക്കിലേക്കൊക്കെ കടത്തി വിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇപ്പം ഗിയർ ലോക്കായി. ഇനി ഗിയർ വയർ ഊരിപ്പോവില്ല. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇടുക. ഈ ഗോൾഡൻ ബീഡ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഗിയർ ലോക്കിൻ്റെ എൻഡ് ആ ഹുക്ക് ആൻഡ് ചെയിനോട് ചേർത്ത് കട്ട് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ കഴുത്തിൽ കുത്തും. അങ്ങനെ കുത്തി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ആ ഗോൾഡൻ ബീഡിനകത്തൂടെ രണ്ടും കടത്തി വിട്ടിട്ട് ആ ഗോൾഡൻ ബീഡിന് ഇപ്പുറത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല കഴുത്തിൽ. പിന്നെ ഒരു ചക്കിരി, ഒരു ക്രിസ്റ്റൽ, ചക്കിരി, ക്രിസ്റ്റൽ. ഞാനങ്ങനെ 6 ഇട്ടിട്ടുണ്ട്. 6 ബ്ലാക്ക് ക്രിസ്റ്റലും ഇട്ടിട്ടുണ്ട്. ഓരോ ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് ചക്കിരി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് 2 ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് ചക്കിരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചക്കിരി ഇല്ലാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചക്കിരി ഇട്ട് ചക്കരിയോ ക്യാപ്പോ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അങ്ങനെ ക്രമമായിട്ട് കോർത്തെടുക്കാം. ഞാൻ 6 ബീഡ്സ് ആയിട്ടേക്കുന്നത്. 6 ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട്. ഓരോ ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്കും ചക്കിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കോർത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡും ഇട്ട് ഈ സ്ട്രെയിറ്റ് ട്യൂബും ഇട്ട്, അത് വേറൊരു സ്റ്റൈല്. ഇനി ഒരു ചക്കിരി ഇട്ടു, ഒരു ഗോൾഡൻ വെർട്ടിക്കൽ ബീഡ് ഇട്ടു, പിന്നെ വീണ്ടും ഒരു ചക്കിരി ഇട്ടു. അതിനുശേഷം ഒരു പൈപ്പ് ഇടുക, ട്യൂബ്. ഈ ട്യൂബിട്ട് വീണ്ടും ഒരു ചക്കിരി, ഒരു ഗോൾഡൻ ബീഡ്, ഒരു ചക്കിരി, ആ ക്രമത്തിൽ. കണ്ടോ, ഇങ്ങനെ ഇതേ ക്രമത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോർത്തെടുക്കണം. വീണ്ടും ക്രിസ്റ്റൽ, ചക്കിരി, ക്രിസ്റ്റൽ, ചക്കിരി, അങ്ങനെ കോർത്ത് 6 ബീഡ്സിന് ശേഷം വീണ്ടും ഗോൾഡൻ ബീഡിട്ട് ട്യൂബിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ അങ്ങനെ കോർത്തിട്ട് വരാവേ. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പം എങ്ങനെയുണ്ട്? അത് നമുക്ക് എത്ര ലെങ്ത് ആവശ്യമുണ്ടോ അത്രയും ലെങ്ത്തിൽ വന്നു കഴിയുമ്പം സെൻട്രലായിട്ട് ആ 3 കാശിൻ്റെ ലോക്കറ്റ് വെച്ചിരുന്നത്
ഞാനിട്ടിരിക്കുന്നത് ഒരു ചക്കിരി, ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം ക്രിസ്റ്റൽ ബീഡ്, 2 ക്രിസ്റ്റൽ ബീഡും ചക്കിരി ഇട്ടു. പിന്നെ ഒരു കാശിൻ്റെ ലോക്കറ്റ് ഇട്ടു. അതിന് സെൻറ്ററിൽ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, ഒരു ചക്കിരി ഇട്ടു. വീണ്ടും കാശിൻ്റെ ലോക്കറ്റ്, ഗോൾഡൻ ബീഡ്, ഗോൾഡൻ ചക്കിരി, ക്രിസ്റ്റൽ, ലാസ്റ്റ് 2 ക്രിസ്റ്റൽ ബീഡ്. അങ്ങനെ ഇട്ട് നമ്മൾ എങ്ങനെയാണോ കോർത്ത് നിർത്തിയത് അതുപോലെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. ലെങ്ത് ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് ചെയ്തെടുക്കാം. ചിലർക്ക് ലെങ്ത് കുറഞ്ഞതാണ് ഇഷ്ടം, കുറച്ച് മിഡിൽ ഏജ് ഒക്കെ ആകുന്നവർക്ക് കുറച്ച് ലെങ്ത് ഉള്ളതാണ് നല്ലത്. അപ്പോൾ ലെങ്ത് നമ്മളുടെ ആവശ്യം എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാണോ കൊണ്ട് ലോക്കറ്റ് വരയ്ക്കും നിർത്തിയത്, ആ നിർത്തിയെടുത്തുനിന്ന് തിരിച്ച് ലോക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഫുള്ളും കോർത്തെടുത്ത് എളുപ്പമാണ് ചെയ്യാൻ. ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ആകത്തില്ല ചെയ്തെടുക്കാൻ. മൊത്തം ചെയ്തെടുത്ത് ഗിയർ ലോക്കിട്ട് നമ്മൾ ഹുക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്കിനകത്തൂടെയും ഗോൾഡൻ ബീഡിന് ഉള്ളിലൂടെയും കടത്തി വിടണം. കടത്തി വിട്ടിട്ട് നല്ല ഫിനിഷിങ്ങിലിരിക്കും. ഗിയർ വയറിൻ്റെ ബാലൻസ് എവിടെയും കാണില്ല. കട്ട് ചെയ്യുന്ന നമ്മൾ എവിടെ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും. അത്രയേ ഉള്ളൂ. കരിമണി മാല റെഡി. ഞാൻ ഇതിനു വേണ്ടി സിമ്പിളായിട്ടൊരു കമ്മലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്മൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാശിൻ്റെ ലോക്കറ്റിൻ്റെ ഓരോ ലോക്കറ്റിലേക്കും നമ്മളുടെ സ്റ്റിക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത്, അത് കമ്മലുണ്ടാക്കിയ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. സ്റ്റിക്ക് ബ്യൂട്ടി ഗം വെച്ച് ഒട്ടി വിട്ടാൽ മതി. ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റിക്ക് ബ്യൂട്ടി എന്താണെന്നുള്ളത്. ഇതുപോലെ സിമ്പിളായിട്ടൊരു കമ്മലും ഉണ്ടാക്കിയെടുത്തു. കമ്മൽ നമുക്ക് ക്രിസ്റ്റൽ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തു. ലോക്കറ്റ് ഇട്ട അതേ അളവിൽ അതേ ഇതുകൊണ്ട് കാശിൻ്റെ ലോക്കറ്റ് കൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ബ്യൂട്ടി ഒട്ടിച്ച് 2 കമ്മലും ആക്കിയെടുത്തു. എങ്ങനെയുണ്ട് മാല? നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ മാല? നന്നായിട്ടില്ലേ? Think positive, stay happy. Thank you.